വിശാഖപട്ടണത്ത് നടന്ന രണ്ടാം ട്വന്റി മത്സരത്തിലും ശ്രീലങ്കയെ തകർത്തെറിഞ്ഞു ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ 7 വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യൻ വനിതകൾ നേടിയത്. ഏകദിന വനിതാ ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യൻ ബാറ്റിംഗിൽ കൊടുങ്കാറ്റായി മാറിയ ശബാലി വർമ്മയായിരുന്നു ഇന്ത്യക്ക് വേണ്ടി വീണ്ടും ബാറ്റിംഗിൽ തിളങ്ങിയത്. ശബാലി വർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ഇന്ത്യക്ക് വിജയം അനായാസമാക്കുകയായിരുന്നു. ഇതോടെ 5 മത്സരങ്ങൾ അടങ്ങുന്ന ട്വന്റി പരമ്പരയിൽ ഇന്ത്യ 2-0 ലീഡ് എത്തിയിരിക്കുകയാണ്. ശ്രീലങ്ക ഉയർത്തിയ 129 റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യ 11ാം ഓവറിന്റെ 5ാം പന്തിൽ തന്നെ മറികടക്കുകയായിരുന്നു. 34 പന്തിൽ പുറത്താകാതെ ഒരു സിക്സറും 11 ഫോറുമായി 69 റൺസ് നേടിയ ശബാലിയുടെ ബാറ്റിംഗ് ആയിരുന്നു ശ്രീലങ്കയെ തച്ചുടച്ചത്. സ്മൃതി മന്ദാന 14 റൺസിനും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 10 റൺസിനും പുറത്തായെങ്കിലും 26 റൺസ് നേടിയ ജെമിമ റോഡ്രിഗസും ശബാലിയും ചേർന്ന് ഇന്ത്യയെ വിജയതീരത്ത് എത്തിക്കുകയായിരുന്നു. 2 വിക്കറ്റുകൾ വീതം നേടിയ വൈഷ്ണവി ശർമ്മയും ശ്രീചരണയുമാണ് ഇന്ത്യൻ ബൗളിംഗിൽ തിളങ്ങിയത്. മികച്ച ബൗളിംഗുമായി ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്കയുടെ 9 വിക്കറ്റുകൾ വീഴ്ത്തി 128 റൺസിൽ ഒതുക്കുകയായിരുന്നു. ഇന്ത്യയെ അനായാസം വിജയത്തിൽ എത്തിച്ച ശബാലി വർമ്മയാണ് കളിയിലെ താരമായി മാറിയത്. പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾ കളിക്കാൻ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. ഡിസംബർ 26-നാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് 3ാം ട്വന്റി മത്സരം നടക്കുന്നത്. ഇന്ത്യയും ശ്രീലങ്കയും നാളെ ഉച്ചതിന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരിശീലനത്തിന് ഇറങ്ങും.